അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അങ്ങ് ഈ വികസന കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ നിഷ്പക്ഷമായൊരു നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങ് പറഞ്ഞതൊക്കെ തിരുത്തേണ്ടി വരും എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? നോക്കൂ, ഈ എയിംസ് വന്നേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന 2 പേരുടെ പ്രതികരണമാണ് അല്പം മുമ്പ് അങ്ങ് കേട്ടത്. അവർ പറയുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും അനുവദിക്കുന്നതിന് കേരള ഹൈക്കോടതിയായിട്ട് യാതൊരു ബന്ധവും. അവരിത് എറണാകുളത്തോ അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിലെ വരണമെന്നും പറഞ്ഞൊരു പെറ്റീഷൻ മൂവീകരിക്കുക. ആ മൂവ്മെന്റുമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ബന്ധമില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലാനും പദ്ധതികളും നടപ്പിലാക്കാം. അതൊന്നും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് കിനാലൂരിൽ എന്തുകൊണ്ട് കിനാലൂരിൽ അനുവദിച്ചുകൂടാ? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ 2024 അനുവദിച്ച എയിംസുകൾക്ക് പലതും 160, 170 ഏക്കറും ഒക്കെയാണുള്ളത്. അപ്പോൾ അവിടെ അപ്രോക്സിമേറ്റ് 200 വരുമ്പോൾ 190 മുകളിലുണ്ടോ? 190 മുകളില്ലാത്ത 4 എയിംസുകൾക്ക് 190 ഏക്കർ താഴെയാണ്. ശരിയാണ്, അപ്രോക്സിമേറ്റ് നമ്മൾ ഏകദേശം അടുത്ത് വരണമെന്നാണ്. പക്ഷെ ഈ 4 എയിംസുകൾക്കൊന്നും ഇത് ബാധകമല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റ് ഇതുമായിട്ട് എന്താ ബന്ധം? അത് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ അവർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. അപ്പോൾ എതിർ കക്ഷി ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. അതാണ് അവിടുത്തെ പ്രൊസീജിയർ. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇത് മാത്രമല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വിശേഷിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് തികഞ്ഞ അവഗണന കാണിക്കുന്നു. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇവിടെ ഒരു എയിംസ് അനുവദിക്കാം. ഈ 143 ഏക്കർ മറ്റ് 4 സ്റ്റേറ്റുകളെ അനുവദിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ 50 ഏക്കർ ഭൂമി കൂടെ വേണം എന്നൊരു നിബന്ധന വെച്ചുകൊണ്ട് എയിംസ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മറ്റ് 4 സ്റ്റേറ്റുകൾക്ക് കണ്ടീഷണൽ ആയിട്ട് അനുവദിച്ചിരിക്കുകയാണ്. ബാക്കി ഭൂമി നിങ്ങൾ കണ്ടെത്തണം. അവരതിനെ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നോമിനി ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ഭൂമി അനുവദിക്കണം എന്നിവിടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഭൂമിയുടെ നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ 151 ഏക്കർ അനുവദിക്കാം. ബാക്കി 50 ഏക്കറോടെ നിങ്ങൾ ഭാവിയിൽ കണ്ടെത്തണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 3-4 സ്ഥലങ്ങൾ വേണമെന്നുള്ള നിബന്ധന ഞാനും അംഗീകരിക്കുന്നു. 5 കണ്ടീഷനകത്ത് 3-4 സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാകുന്ന ലഭ്യത ഏറ്റവും വളരെ കുറവാണ്. ഇവിടെ വൻകിട വ്യവസായങ്ങൾ വരാത്തതിന്റെ കാര്യം എന്താ? ഒരു വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 100, 200, 300 ഒക്കെ ഏക്കർ ഭൂമി വേണം. അത്രയും ഭൂമി യഥാസമയം കൊടുക്കാൻ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഭൂമി വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങൾ രാജസ്ഥാനോ UP-യോ മധ്യപ്രദേശോ പോലെയൊക്കെയുള്ള വലിപ്പമില്ലാത്ത ഒരു ചെറിയ സംസ്ഥാനമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ പരിധിക്കകത്തുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യണം. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ 50 ഏക്കറായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഗവൺമെന്റ് കുറച്ച് മെഡിക്കൽ കോളേജും അതിനോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എല്ലാം കൂടെ ചേർത്ത് 25 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അനുവദിക്കാമെന്നും അത് തന്നെ ഒറ്റ പ്ലോട്ടായിട്ട് വേണമെന്നില്ല. കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിരവധി സാശ്രയ മെഡിക്കൽ കോളേജുകളുണ്ട്. എന്തിനാ? എന്റെ കൊല്ലം ജില്ലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആശ്രാം എന്ന മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ഭൂമിയൊന്നുമില്ല. അതുപോലെ 2 മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അപ്പൊ ഇവിടെ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒന്ന് കേന്ദ്ര ഗവൺമെന്റാണ്. അവിടെ ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജിന് ഇത്ര ഏക്കർ വേണം എന്നുള്ള നോംസ് ഇപ്പോഴാണ് അനുവദിച്ച കൊല്ലം ആശ്രാം മെഡിക്കൽ കോളേജ്. ആ ആശ്രാം മെഡിക്കൽ കോളേജ് അത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ്. അതിന് മെഡിക്കൽ കോളേജായിട്ട് നേരത്തെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ നോംസ് ഒന്നും ബാധകമല്ല. ഇത്രയും പറഞ്ഞ ഭൂമി ഒന്നും അവിടെ ആശ്രാം മെഡിക്കൽ കോളേജ് ആശുപത്രിയായിരുന്നത്. ആ ആശുപത്രി ഇപ്പോൾ അത് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തി. അവിടെ ഈ നോംസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലേക്ക് അയക്കുമെന്ന് പറയുന്നത് പോലെ ഈ 153 ഏക്കർ സ്ഥലത്ത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് എയിംസ് അനുവദിക്കാം. കണ്ടീഷണലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നതുപോലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനുവദിക്കാം. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം ശരിയാണ്.